Hi all, welcome back to my channel. So ഇന്ന് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിന്റെ ഡേ 8 ആണ്. ആസ് യൂഷ്വൽ ടു ഡു ലിസ്റ്റ് ഞാൻ പ്രീവിയസ് ഡേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് സോർട്ട് ചെയ്ത് വെക്കായിരുന്നു. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനത് പ്രീവിയസ് ഡേ ചെയ്യാറില്ല, കാരണം എൻ്റെ മൂഡിനനുസരിച്ചും അവൈലബിലിറ്റിക്ക് അനുസരിച്ചും ടൈമിനനുസരിച്ചും ഒക്കെയാണ് ഞാനത് സെറ്റ് ചെയ്യാറ്. അപ്പം ഞാൻ മോർണിംഗ് എന്ത് പഠിക്കും എന്നുള്ളത് അപ്പം സ്റ്റഡി ടേബിളിൽ ഇരിക്കുമ്പോൾ ഈ ടു ഡു ലിസ്റ്റിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഞാൻ നല്ല ടയേർഡായിരുന്നു, എനിക്ക് നല്ല ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ ഞാൻ മാത്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മുന്നേ കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ലക്ഷ്യയുടെ ആരംഭം 1 സ്റ്റുഡൻ്റ് ആണ്, ഓൺലൈൻ ക്ലാസ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം സിറ്റിസൺഷിപ്പ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പ്രീവിയസ് ഡേ പഠിച്ചതിൻ്റെ ബാക്കി. അതും ഒരു 1 hour ലക്ഷ്യയുടെ ക്ലാസ്സും നോട്ട്സൊക്കെ വെച്ചിട്ട് പഠിച്ചു. അതിനുശേഷം മലയാളം ക്ലാസ് നോട്ട്സ് മാത്രം റെഫർ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. അതിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാറ് ക്ലാസ് എടുക്കുന്നതും അതുപോലെ തന്നെ നോട്ട്സും തന്നിട്ടുള്ളത്. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാൻ അത് തന്നെയാണ് പഠിക്കാറ് മലയാളത്തിന്. പിന്നെ PYQ കൂടെ നോക്കും. അപ്പം ഇന്ന് PYQ നോക്കിയില്ല, മലയാളം അത് വെച്ച് പഠിച്ചു. അതിനുശേഷം പിന്നെ ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയപ്പോഴത്തേക്കും നൈറ്റായി. പിന്നെ ജോഗ്രഫി, ചെറിയൊരു വേൾഡ് ജോഗ്രഫിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്തു. ഒരു 1/2 hour ഇംഗ്ലീഷും പഠിച്ചു. പിന്നെ 1/2 hour ന്യൂസ് പേപ്പർ റീഡിങ്ങും കറണ്ട് അഫയേഴ്സും കൂടെ നോക്കി. അത് ശരിക്കും രാവിലെ ചെയ്യേണ്ടതാണ് ന്യൂസ് പേപ്പർ റീഡിംഗ് ഒക്കെ, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ രാത്രി ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്, അപ്പോൾ അതുകൊണ്ടുകൂടി രാത്രിയിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ചെയ്യണ്ടേന്ന് വിചാരിച്ച് ചെയ്തു. അതിനുശേഷം ഒരു എക്സാമും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ സ്റ്റഡി സെഷൻ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഡേ 8ഉം 7+ hours ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഞാൻ കൂടുതൽ ഡിലേ ചെയ്യിപ്പിക്കുന്നില്ല. ഒരു ബ്രീഫായിട്ട് ഇന്ന് എന്ത് പഠിച്ചു എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ കോണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അതായത് എങ്ങനെ ഒരു കോച്ചിങ് സെൻറ്റർ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാം എന്നുള്ളത്. അത് ഈവൻ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഏതാണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്നാണ് ഇതും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുറേ മിസ്റ്റേക്സ് അതിന് പറ്റിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ആരെങ്കിലും ഇനി പുതിയതായിട്ട് കോച്ചിങ് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനോ പോകുന്നുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്സ് ഡെഫിനറ്റ്ലി ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്തു, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഫസ്റ്റ് എൻക്വയറി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏത് എക്സാം ആണെങ്കിലും അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സിലബസ് ഉണ്ടാവും. കുറേ കാര്യങ്ങൾ കോമൺ ആണെങ്കിൽ പോലും അതിൽ എന്തായാലും ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സിലബസ് അവരെങ്ങനെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് എൻക്വയറി ചെയ്യണം, അവരിങ്ങോട്ടേക്ക് പറഞ്ഞു തരുള്ളൂ. സോ എൻഷുർ ഫുൾ സിലബസ് കവറേജ്. ആ സിലബസ് എങ്ങനെയാണോ അവർ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് ചിലപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ആണെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചിട്ട് അത് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. അത് എൻക്വയറി ചെയ്ത് എഷ്യൂർ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇൻ കേസ് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തില്ല, അങ്ങനെ എന്ത് ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു അധികാരമുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി ചോദിച്ച് ഓക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിട്ടാണ് നിങ്ങളവിടെ ജോയിൻ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഡ്യൂറേഷൻ. അതായത് ഇതിൻ്റെ ഒരു ടൈം പീരീഡ്. നിങ്ങളൊരു പർട്ടിക്കുലർ ഫീ പേ ചെയ്ത് ജോയിൻ ചെയ്തു ഒരു കോഴ്സിന് വേണ്ടിയിട്ട്. ഒരു 6 months അല്ലെങ്കിൽ 8 months കോഴ്സ് ആണെങ്കിൽ അത് ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെയും നിങ്ങൾ ഈ ഒരു ഡ്യൂറേഷനെ കുറിച്ചൊക്കെ കറക്റ്റ് ഒരു ധാരണ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് 6 months കംപ്ലീറ്റ് ആവില്ലല്ലോ, ഈ ഒരു വൈഡായിട്ടുള്ള സിലബസ് ആണല്ലോ. സോ നിങ്ങൾ അവരോട് ചോദിക്കാം, ഫുൾ സിലബസ് കംപ്ലീറ്റ് ആവില്ലല്ലോ, സോ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ഓഫ്ലൈൻ സെഷൻ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് അവർ നിങ്ങൾക്ക് വീഡിയോസ് സെൻഡ് ചെയ്ത് തരാൻ അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ്. അതായത് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ചിലപ്പോൾ പ്രിൻറ്റഡ് ഫോമിലായിരിക്കും. അതായത് PDF പോലത്തെ ഹാർഡ് കോപ്പിയോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയോ എങ്ങനെയെങ്കിലും, ഇനി അല്ലെങ്കിൽ ഈവൻ ബുക്സ് തന്നെ ബൈൻഡഡ് ആയിട്ടുള്ള ബുക്സ് ആയിട്ട് തന്നെയായിരിക്കും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തരിക. എങ്ങനെയാണ് അവർ സ്റ്റഡി മെറ്റീരിയൽ തരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ എൻക്വയർ ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാം. നമുക്കറിയാം, ഒരു സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്
നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. നമ്മൾ എത്രത്തോളം എക്സാംസ് ഫേസ് ചെയ്യുന്നോ അതാണ് നമ്മുടെ സക്സസ്സിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത്. സോ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാംസ് അതെങ്ങനെയാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, ഡെയിലി ബേസിസിലാണോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലാണോ, അതെങ്ങനെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, 100 മാർക്സിൽ PSC എക്സാം പാറ്റേൺ പോലെയാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണ്ണുപൊടി ഇടുന്ന പോലെ 10 മാർക്സ് 20 മാർക്സ് അങ്ങനെ ജസ്റ്റ് ഒരു സെഷൻ പോലെയാണോ കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ, അത് ഈവൻ എത്ര സീരിയസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ എൻക്വയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്യാം. അടുത്ത 5th കാര്യം എന്ന് പറയുന്നതാണ് കോഴ്സ് സ്ട്രക്ചർ. അതായത് ഇത് എസ്പെഷ്യലി ഓൺലൈനിൽ ഫോക്കസ് ചെയ്തിട്ടാണ്. ചിലപ്പം ചില ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസ് ലൈവ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും, ചിലപ്പം ചിലത് റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. അപ്പം ലൈവ് സെഷൻസ് ആണെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വേണം അല്ലേ, പിന്നെയും അത് റെക്കോർഡഡ് ആയിട്ട് നമുക്കത് കിട്ടണം. അപ്പം അങ്ങനെ കിട്ടുമോ, അല്ലെങ്കിൽ പിന്നെയും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, മൾട്ടിപ്പിൾ ടൈംസ് ആ വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് വേണം ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഴ്സിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം. അടുത്ത കാര്യമാണ് ഫ്രീ ട്രയൽസ് അല്ലെങ്കിൽ ഡെമോ ക്ലാസ്സസ്. അപ്പം നമ്മൾ അത് ഓഫ്ലൈനിൽ അധികം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഓൺലൈനിൽ നമുക്ക് ഈ ഒരു കാര്യം അവിടെ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നതാണ്. ഫ്രീ ട്രയൽസ് അല്ലെങ്കിൽ ഡെമോ ക്ലാസ്സസ് നമ്മൾ കേട്ട് നോക്കുക, എന്നിട്ട് അത് കണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അവരുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അവരത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ച് ക്ലാസ്സസ് കാണുക. കാരണം നമ്മൾ ഫീ കൊടുത്തിട്ടാണ് നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലാതെ ഫ്രീ അല്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. ഇത് നമുക്കറിയാം, ഓഫ്ലൈൻ സെഷനിലാണ് ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറയുന്നത് 1 to 1 ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാം. അല്ലാതെ ഓൺലൈൻ ആവുന്ന സമയത്ത് ഡൗട്ട് ക്ലിയറിങ്ങിന് എന്താണ് പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ചിലപ്പം ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ടെലഗ്രാമോ വാട്സപ്പോ ആയിരിക്കും. അപ്പോൾ ഈവൻ ചിലപ്പോൾ ടീച്ചേഴ്സിനെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അതിൽ പറ്റില്ല, ആപ്പ് ത്രൂ പറ്റും. ചിലത് തീരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കമൻറ്റ് സെക്ഷനിലൂടെ മാത്രമായിരിക്കും, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് എൻക്വയറി ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു അത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രൈസ് ആൻഡ് വാല്യൂ. അതായത് കോഴ്സ് ഫീ. ഒരു 6 monthsന് ആണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് എത്ര ഫീസാണ് അവർ ചാർജ് ചെയ്യുന്നത്, ആ ഒരു ഫീസിന് ഈ ഒരു ഡെമോ ക്ലാസ് ഒക്കെ കണ്ടിട്ട് അത് വേർത്ത് ആണോ എന്നുള്ളതും കൂടെ നിങ്ങൾ സ്വയം ഇരുന്ന് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു ക്ലാസ് നല്ലതാണ്, ഈ ഒരു സെൻറ്റർ നല്ലതാണ്, ഈ ഒരു കോച്ചിങ് സെൻറ്റർ നല്ലതാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനും പോവാന്നല്ല. നിങ്ങൾ നോക്കുക, എല്ലാ മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കോൺടാക്ട് ചെയ്യുക, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഈ പ്രൈസിന് ഇത് വർത്താണോ, ഇത് വേണോ എന്നുള്ളത്. അടുത്ത കാര്യമാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത്. അതായത് ചിലപ്പം മോസ്റ്റ് ഓഫ് ദ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും കംപ്ലീറ്റ് പേയ്മെൻറ്റ് നമ്മളെ കയ്യിൽ നിന്ന് 1 time പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടേ നമുക്ക് കോഴ്സ് തരുള്ളൂ, ആക്സസിബിലിറ്റി തരുള്ളൂ. വളരെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രം നമുക്കൊരു ലീനിയൻസി തരാം, ഒരു 3 monthsനുള്ളിൽ ഫീ പേ ചെയ്യാം എന്നുള്ളത്. ഒരു 10,000 ഒക്കെ ആണെങ്കിൽ 3 installments ആയിട്ട് പേ ചെയ്യും. അല്ലാതെ മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിലും ഒരുമിച്ചാണ് എമൗണ്ട് വാങ്ങിക്കുന്നത്, എന്നാൽ മാത്രമേ നമുക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നമ്മളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അല്ലാതെ പെട്ടെന്ന് ഒരു 10,000 അങ്ങോട്ട് കൊണ്ടുപോയി അടച്ചിട്ട് അയ്യോ മണ്ടത്തരമായിപ്പോയി പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ആ ക്യാഷ് തിരിച്ച് റിട്ടേൺ കിട്ടില്ല. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ ഒരു പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കോൺടാക്ട് ചെയ്ത എല്ലാവരും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഫീ പേ ചെയ്താൽ വൺസ് ഇറ്റ് ഇസ് പർച്ചേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. അടുത്ത കാര്യമാണ് റിസർച്ച് ചെയ്യാന്നുള്ളത്. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒന്ന് റിസർച്ച് ചെയ്യുക. സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് വായിച്ചു നോക്കുക, റിവ്യൂസ് വായിച്ചു നോക്കുക. ഇനി ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഓൺലൈൻ ചാനൽസുകളുണ്ടാവും, യൂട്യൂബ് ആണെങ്കിലും ഈവൻ FB അങ്ങനെ ഏതാണെങ്കിലൊക്കെ ആ മീഡിയാസൊക്കെ ഹാൻഡിൽസൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ്, ബാക്കിയുള്ള വ്യൂവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആണ് സക്സസ് റേറ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പം 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾ എടുക്കുകയാണ്, ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ അവിടെ ഓക്കെയാണ്, പക്ഷെ റിസൾട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നല്ല റിസൾട്ടും മറ്റു സ്ഥലത്ത് അങ്ങനെ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആസ്പിറൻസിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റും ഇല്ല. അവിടെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട്
പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ പ്രോപ്പർ ചാനലൈസേഷനും അതുപോലെ തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അത്രയും റിസൾട്ട് നമുക്ക് ആസ്പിറൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഡെഫിനറ്റ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശ് വെറുതെ പോകും എന്നുള്ളത് അനുഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.